പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൂരത്തും ചാരത്തും ഇരുന്ന് എന്നെ കേൾക്കുന്ന ശ്രദ്ധിക്കുന്നവർക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നതും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും മറ്റുള്ളവരനുസരിക്കണമെന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നതുമായ ഒരു കാര്യമാണ് പ്രേ ഗോഡ്സ് വേർഡ്. പൗലോസ് അപ്പോസ്തലന് ഒരു ഉദാഹരണം നമുക്ക് കാണിച്ചിട്ടുണ്ട്. എന്തുവാ? ദൈവവചനത്തിലെ സത്യത്തെ പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി അത് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് പ്രാർത്ഥനയിൽ ഉച്ചരിപ്പാൻ കഴിയണം, വിത്ത് കോൺഫിഡൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ നമുക്ക് ദൈവം തരുന്ന ഇൻസൈറ്റ് വളരെ അനുഗ്രഹപ്രദമായിരിക്കും. അത് ഓരോ ദിവസവും നമ്മൾ വായിക്കുന്ന കാര്യം, ആ സത്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെ നമുക്ക് വേണ്ടി അത് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ഈ നേരത്തെ ചിന്തയ്ക്കായിട്ട് 1 തിമോത്തിയോസ് 2:1, എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്, 2-ാമത്തെ വാക്യം, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രം ചെയ്യണമെന്ന് ഞാൻ സകലത്തിനും മുമ്പായി പ്രബോധിപ്പിക്കുന്നു. സപ്ലിക്കേഷൻ, പ്രേയേഴ്സ്, ഇൻ്റർസെഷൻ ആൻഡ് ഗിവിങ് താങ്ക്സ്. 4 കാര്യമാണ് അവിടെ പറയുന്നത്. എന്തൊക്കെയാണ്? 1 യാചന, സപ്ലിക്കേഷൻ. 2 പ്രാർത്ഥന, പ്രേയേഴ്സ്. 3 പക്ഷവാദം, ഇൻ്റർസെഷൻസ്. 4 സ്തോത്രം. ഇത് പലതരത്തിലുള്ള കാറ്റഗറി ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ദൈവത്തോടുള്ളത്. ദൈവത്തിൻ്റെ ജനം ഒരുമിച്ച് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ദൈവ പൈതലെ നീ ഒറ്റയ്ക്കായിരിക്കുമ്പോഴും, ഇതെല്ലാം ഓരോ തരത്തിലുള്ള പ്രാർത്ഥനകളാണ്. സപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, യാചന എന്ന് പറഞ്ഞാൽ സിംപ്ലി ആസ്കിങ് ഫോർ സംതിങ്. പ്രാർത്ഥന അത് മാത്രമാകരുത് കേട്ടോ. ആസ്കിങ് മാത്രമാകരുത്. പക്ഷെങ്കിൽ ചോദിക്കുന്നത് ധൈര്യത്തോടെ ഫ്രം ഗോഡ്സ് വേർഡ്, ദൈവവചനത്തിൽ നിന്നായിരിക്കണം. 2 പ്രാർത്ഥനയാണ്. അതൊരു ബ്രോഡ്, വിസ്താരമേറിയ വാക്കാണ്. ദൈവത്തോടുള്ള നമ്മുടെ എല്ലാ കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടി നമുക്കങ്ങനെ പറയാം പ്രാർത്ഥന. ഇൻ്റർസെഷൻ, മധ്യസ്ഥത, മറ്റുള്ളവർക്ക് വേണ്ടി നാം ഇടിവിൽ നിന്ന് നടത്തുന്ന ചില റിക്വസ്റ്റ്, അതായത് മറ്റുള്ളവരുടെ നീഡ്സ്, അത് നാം ദൈവത്തിൻ്റെ കൃപാസനത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരിക. 4-ാമത്തേതാണ് സ്തോത്രം. അത് ദൈവവുമായിട്ടുള്ള നമ്മുടെ ആ ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു എസെൻഷ്യൽ പാർട്ടാണ്. ആ നന്ദിയുടെ ഒരു ബേസിക് സെൻസ് നമുക്കില്ലെങ്കിൽ, ഞാൻ പറയട്ടെ, സത്യമായും ഒരു ക്രിസ്ത്യൻ വെർച്യു നമ്മളിൽ ഇല്ല. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിയണം. ചിലപ്പം നമ്മൾ ചിലരെ കണ്ടിട്ടില്ല, പക്ഷേ അവരുടെ ആവശ്യങ്ങൾ അറിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പ്രേരണ തരുവാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടി, ഫാമിലിക്ക് വേണ്ടി, നമ്മെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഈസിയായിട്ട് നമുക്കങ്ങ് പ്രാർത്ഥിക്കാം, അല്ലേ? എന്നാൽ ശത്രുക്കൾക്ക് വേണ്ടി, നാമുമായിട്ട് എന്തെങ്കിലും കോൺഫ്ലിക്റ്റിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? നമ്മളെ ദേഷ്യപ്പെടുത്തുന്നവർ, നമ്മളെ ശുണ്ണിപ്പെടുത്തുന്നവർ, പ്രൈസ് ഗോഡ്, അവരൊക്കെ ഓൾ മെൻ, സകല മനുഷ്യർക്കും വേണ്ടി നമ്മുടെ എഴുതിയിരിക്കുന്നതിനകത്ത് പെടുന്നവരാണെന്നേ ദൈവപൈതലേ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇവാഞ്ചലിസ്റ്റിക്കലി നമുക്ക് ഓൾ മെന്നിന് വേണ്ടി, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിപ്പാൻ കഴിയണം. യേശുവിനെ അറിയേണ്ട നമ്മുടെ ഫ്രണ്ട്സുണ്ട്, നമ്മുടെ കോവർക്കേഴ്സുണ്ട്, നമുക്ക് റെഗുലർ കോണ്ടാക്റ്റിലിരിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയെല്ലാം നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ചേർച്ചിന് വേണ്ടി, നമ്മുടെ പാസ്റ്റേഴ്സിന് വേണ്ടി, ദൈവദാസന്മാരുടെ മിനിസ്ട്രീസിന് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. അതുപോലെ അവർക്ക് വേണ്ടിയൊക്കെ സ്തോത്രം ചെയ്യുവാൻ നമുക്ക് കഴിയുമോ? ദൈവമക്കളെ, നമുക്ക് കഴിയണം. പ്രൈസ് ഗോഡ്.
എല്ലാവരും രക്ഷപ്പെടണമെന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ ആഗ്രഹമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നതുമൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. 1 തിമോത്തിയോസ് 2 അധ്യായം അതിൻ്റെ 4 വാക്യം പറയുന്നുണ്ട്, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അധികാരത്തിലിരിക്കുന്നവർക്ക് വേണ്ടി, അവരൊക്കെ ചെയ്തെടുക്കേണ്ട ചില ഇവാഞ്ചലിസ്റ്റിക് വർക്കിന് വേണ്ടി, ആ പേർപ്പസിന് വേണ്ടി ഒക്കെ ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ദൈവത്തിൻ്റെ ആഗ്രഹം എല്ലാവരും രക്ഷ പ്രാപിക്കണം എന്നുള്ളതാണല്ലോ. കർത്താവ് അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ അതിന് തക്കവണ്ണം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന കർത്താവ്, നമ്മുടെ ഒരു ആഗ്രഹവും എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവം സാധിപ്പിച്ച് തരത്തില്ലേ? പ്രൈസ് ഗോഡ്. സുവിശേഷം എല്ലാവരോടും പറവാൻ തക്കവണ്ണം, ഒരു റിസർവേഷനുമില്ലാതെ പറവാൻ തക്കവണ്ണം നമ്മളൊരിക്കലും ഇവാഞ്ചലിസം ലിമിറ്റ് ചെയ്യരുത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് മറ്റുള്ളവരോട് പറവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. അതിനുവേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയുമോ? യോഹന്നാൻ 13:34-35 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. എത്ര അർത്ഥവത്തായ ഒരു വാക്യമാണ് അല്ലേ? വേറൊരു വാക്യം കൂടെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വാക്യങ്ങൾ, ഞാനിപ്പോൾ വായിച്ച വാക്യത്തിനൊന്നും ഒരു ഡെഫിനിഷനും ഒരു ഡിസ്ക്രിപ്ഷനും ആവശ്യമില്ല. കാരണം വളരെ സിമ്പിളാണ് അതിൻ്റെ അർത്ഥം. എഫേസ്യ ലേഖനം 1 അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ, അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട്, പ്രാർത്ഥനയിൽ ഓർക്കുന്നു. അവിടം വരെ ഞാൻ പറയാം. പൗലോസ് അപ്പോസ്തലൻ വിശ്വാസത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെയൊക്കെ ഓർത്ത് നന്ദി പറയാനേ പൗലോസിന് കഴിഞ്ഞുള്ളൂ. കാരണം വിശുദ്ധന്മാരുടെ ആ വിശ്വാസവും സ്നേഹവും ദൈവത്തിൻ്റെ ആ വലിയ വേലയിലുള്ള അവരുടെ പാർട്ടിസിപ്പേഷൻ കാണിക്കുന്ന നല്ല ഒരു തെളിവ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ പ്ലാനിനോട് നാം ചേർന്ന് നിൽക്കണം. അപ്പം the real evidence of God's work in us is not the love we claim to have for God, but our love for His people that others can see. പറ്റുമോ ദൈവ പൈതലേ? ഹല്ലേലൂയ. പറ്റണം. നമ്മളെന്ത് പ്രസംഗിക്കുന്നോ അതുപോലെ ജീവിപ്പാൻ നമുക്ക് കഴിയണം. നമ്മൾ മിനിസ്റ്റർ ചെയ്യുന്നവരെ ഓർത്ത് നാം പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സുഗ്രാഹ്യമായിട്ട് തീരും. പൗലോസ് പലപ്പോഴും പലരെ ഓർത്ത് പ്രാർത്ഥിച്ചിരുന്നത് നമുക്കറിയാം. റഫറൻസുകൾ പറയുവാണെങ്കിൽ പൗലോസ് റോമിലുള്ള ക്രിസ്ത്യാനികളെ ഓർത്ത് പ്രാർത്ഥിച്ചു, തെസ്സലോനിക്കയിലുള്ള ക്രിസ്ത്യാനികളെ ഓർത്ത് പ്രാർത്ഥിച്ചു, ഫിലമോനെ ഓർത്ത് പ്രാർത്ഥിച്ചു. റോമലേഖനം 1:9, 1 തെസ്സലോനിക്കർ 1:2, ഫിലമോൻ 1:4 ഒക്കെ കാണുന്നുണ്ട് നമ്മൾ. അങ്ങനെ സ്നേഹിക്കുന്ന ആ ഒരു ഹൃദയം നമ്മുടെ ജീവിതത്തിലുണ്ടാകുവാൻ തക്കവണ്ണം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കാം. വാസ്തവമായി ദൈവത്തെ അറിയുന്നവർ, മഹത്വപൂർണ്ണമായൊരു ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ജീവിക്കുന്നവർ, അവർക്കൊക്കെയും സ്പിരിറ്റ് ഓഫ് വിസ്ഡം, ഒരു റെവലേഷൻ കൊടുത്തിട്ട് അവരുടെ മാതൃകകൾ അനേകർ പിൻപറ്റുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് എന്തിലാണ് കേന്ദ്രീകൃതമായിരിക്കേണ്ടതെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക്, ടു നോ ഗോഡ് ആസ് ഹീ ഈസ് ഇൻ ട്രൂത്ത്. പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ,
ദൈവം ആരെന്ന് നമുക്ക് മനസ്സിലാകണം. ഹല്ലേലൂയ. അലക്സാണ്ടർ പോപ്പ് ഒരു വലിയ റൈറ്ററാണ്. താൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: നോ ദെൻ തൈസെൽഫ്, പെർസ്യൂം നോട്ട് ഗോഡ് ടു സ്കാൻ, ദ പ്രോപ്പർ സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഈസ് മാൻ. അതുപോലെ ചാൾസ് സ്പർജൻ പറഞ്ഞിട്ടുണ്ട്: ഇറ്റ് ഹാസ് ബീൻ സെഡ് ബൈ സംവൺ ദാറ്റ് ദ പ്രോപ്പർ സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഈസ് മാൻ. ദൈവമക്കളെ, ഇതൊരു വലിയ സയൻസാണ് കേട്ടോ, ഒരു വലിയ ഫിലോസഫിയാണ്. ഒരു ദൈവ പൈതൽ തൻ്റെ സ്വഭാവത്തിൽ ഒരു വലിയവനായ ദൈവം ജീവിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ കഴിയുക എന്നത് നമുക്ക് ആ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കാമേ. നല്ല കർത്താവേ, മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകയായി ജീവിപ്പാൻ്റെ ഗുണം ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനശാലകളാക്കി നീ ഞങ്ങളെ മാറ്റണമേ. നീ തന്നിരിക്കുന്ന വലിയൊരു കൽപ്പനയാണല്ലോ തമ്മിൽ സ്നേഹിക്കുക എന്നുള്ളത്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിപ്പാൻ്റെ കൊണ്ട് നീ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.